ഹായ് ഹലോ, ഒരു ഫുൾ പോട്ട് മേടിച്ച് കറി വെച്ചാലോ? അപ്പം നമ്മൾ ഫുൾ പോട്ട് മേടിച്ചുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പണിയുണ്ട് കേട്ടോ. അത് നുറുക്കിയെടുക്കലും കഴുകിയെടുക്കലൊക്കെ നല്ല പണിയുള്ള കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന കേട്ടാൽ നിങ്ങൾ ഓർക്കും ഞാനാ ഈ പണി മൊത്തം എടുക്കണേന്ന്. അല്ല കേട്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുഞ്ഞിനാണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത്. കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ നോൺ വെജ് കുക്ക് ചെയ്യൽ. അപ്പോൾ കുഞ്ഞിനത് നുറുക്കിയിട്ട് നല്ല ചൂടുവെള്ളത്തിൽ ഒഴിച്ച് ഒരു 5-6 വട്ടം കഴുകിയെടുക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ നന്നാക്കുമ്പോൾ ഞാൻ പണ്ടൊന്നും അതിൻ്റെ അടുത്തേക്ക് പോകില്ലായിരുന്നു കേട്ടോ. കഴിക്കാനാണെങ്കിൽ കൂടും, പക്ഷെ ഞാൻ നന്നാക്കുന്നിടത്തേക്ക് പരിസരത്തേക്ക് പോലും പോകില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ കുഴപ്പമില്ല, എന്നാലും ഞാൻ കുഞ്ഞിനെ സഹായിക്കാനായിട്ട് ചൂടുവെള്ളം എടുത്തു കൊടുക്കാനും കത്തി എടുത്തു കൊടുക്കാനൊക്കെ മതി കേട്ടോ. ബാക്കിയെല്ലാം കുഞ്ഞും ചെയ്തോളേ. അതിനുശേഷം നമ്മൾ കഴുകിയെടുത്തത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കുക്കറിൽ വിസിലടിച്ചെടുക്കുകയാണ് കേട്ടോ. 4 വിസിലടിക്കുമ്പോഴത്തേനും അടിപൊളിയായിട്ട് വെന്ത് കിട്ടുവേ. പണ്ടൊക്കെ ഞങ്ങൾ അടുപ്പിൽ വേവിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും ഞാൻ ബോട്ടി തിന്നണേ എങ്ങനെയാണെന്നറിയോ? ഞാൻ ആ ബോട്ടി എടുത്ത് വായിലേക്ക് ഇടും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ചവയ്ക്കും, എന്നിട്ട് വിഴുങ്ങി വിടുവാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? എങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കഴിക്കാനുള്ളൊരു വഴിയാണ് കേട്ടോ. കുക്കറിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റും അത്. അപ്പം നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ കുക്കറിൽ വേവിച്ച് ബോട്ടി എടുക്കുകയാണെങ്കിൽ നമ്മുടെ പകുതി പണി കഴിഞ്ഞു എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ പോട്ടിയിൽ വെള്ളമൊന്നും ഒഴിക്കരുത്, ഇങ്ങനെ നല്ല വെള്ളം ഉണ്ടായി വരും കേട്ടോ പോട്ടിയിൽ നിന്ന്. അപ്പോൾ അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാനുള്ള എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സാധാരണ നമ്മുടെ നോൺ വെജ് വയ്ക്കുമ്പോൾ വേണ്ടതുപോലെ സബോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, നമ്മുടെ കരിയാപ്പല എന്നിവ സാധനങ്ങളെല്ലാം വേണം കേട്ടോ. എല്ലാ നോൺ വെജിലും ഇത് തന്നെയല്ലേ നമ്മൾ കാണിക്കുന്നത്. അപ്പം നമ്മൾ ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. കുറച്ച് പേരൊക്കെ കടുകും പൊട്ടിച്ചെടുക്കും കേട്ടോ. ഇവിടെ ഉലുവ മാത്രമേ പൊട്ടിക്കാറുള്ളൂ. അതിന് ശേഷം നമ്മൾ കുറച്ച് കരിവേപ്പിലൊക്കെ ഇട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ കുഞ്ഞായിട്ട് അരിഞ്ഞിടുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ തേങ്ങാക്കൊത്തും ഇടാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബോട്ടിയും കൂടെ ഇടുവാണെങ്കിൽ നമ്മുടെ പണി മുക്കാലും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ബോട്ടി കുക്കറിൽ വേവിച്ചുകൊണ്ടാണ് കേട്ടോ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ പണി കഴിയുന്നത്. അപ്പം നിങ്ങൾ ഈ ബോട്ടി വയ്ക്കുമ്പോൾ ഒത്തിരി പാടാന്നോർത്ത് മാറി നിൽക്കുന്നവരെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് ബോട്ടി കൂട്ടുകയും ചെയ്യാം. അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച അല്ലെങ്കിൽ ഷാപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പോൾ നമുക്ക് കുറച്ചല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റൂ കേട്ടോ നമ്മളിങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ. അപ്പോൾ വഴണ്ട് വന്ന സാധനത്തിലേക്ക് വഴണ്ട് വന്ന നമ്മുടെ സബോളയിലേക്ക് നമ്മൾ പൊടികളെല്ലാം ഇടുകയാണ് കേട്ടോ. പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടി വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മളിവിടെ കപ്പയുടെ കൂടെയാണ് ബോട്ടി കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ അകത്ത് വന്ന സ്റ്റോക്ക്, അതായത് വെള്ളം ഇച്ചിരി നമ്മൾ ഒഴിച്ച് ഗ്രേവി ഒന്ന് ലൂസാക്കി എടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ബോട്ടിയും കൂടെ ഇട്ട് ഇളക്കി എടുക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം നമ്മളത് ഒന്ന് കുക്ക് ചെയ്യണം കേട്ടോ. ഇത് വേവിച്ചത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരം കുക്ക് ചെയ്ത് അപ്പം തന്നെ കഴിക്കാൻ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി ഈ സമയത്ത് തന്നെ നമ്മൾ ഉപ്പ് നോക്കി മൂടി വയ്ക്കണം കേട്ടോ. നല്ലൊരു വാഴയിലയും കൊണ്ട് മൂടി വയ്ക്കുവാണെങ്കിൽ അടിപൊളി ആ വാഴയിലയുടെ കൂടെ ടേസ്റ്റ് കിട്ടും കേട്ടോ. നമ്മൾ മലയാളികൾക്ക് വാഴയിലയുടെ ടേസ്റ്റ്, അതായത് പൊതിച്ചോറ് അല്ലെങ്കിൽ വാഴയില പൊള്ളിച്ചത് അങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരല്ലേ. അതുകൊണ്ടൊന്ന് വാഴയിലിൽ മൂടി വെച്ച് നോക്കൂ കേട്ടോ. നല്ല വേറെ ഒരു ഫ്ലേവറും കൂടെ വരും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തിക്കായതിന് ശേഷം നമ്മൾ അതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് വാങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഇന്ന് കഴിക്കുന്നത് ഉണക്കക്കപ്പയാണ്. ഇന്നിവിടെ ഉണക്കക്കപ്പയാട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കിട്ടിയിരിക്കുന്നതല്ല, നമ്മുടെ ഇവിടെ ഉണക്കക്കപ്പയുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ തന്നെ ഉണക്കിയെടുത്തതാണ്. അപ്പോൾ കപ്പയും കൂടെ പുഴുങ്ങി നമ്മുടെ അടിപൊളി ബോട്ടിയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് നമ്മൾ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് ബോട്ടി ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്കറിയാമായിരുന്നോ? അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി ബോട്ടി കിട്ടുമ്പോഴത്തേനും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ കടയിൽ നുറുക്കിയ ബോട്ടി നമുക്ക് കിട്ടും കേട്ടോ. അത് ഇച്ചിരിയും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബോട്ടിയും കപ്പയും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി അന്തസ്സ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഞങ്ങൾ ബോട്ടിയും കപ്പയൊക്കെ കഴിച്ച് അന്നത്തെ വൈകുന്നേരം അടിപൊളി കുശാലായിരുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ എല്ലാവരും